നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, പൊളിച്ചടുക്കിയ വിജയമാണ് ബാഴ്സലോണ നേടിയിരിക്കുന്നത്. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് ലാലിഗയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അവർ എൽച്ചയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞ ഇരട്ട ഗോളുകളുമായിട്ട് ക്യാമ്പ് നൗവിൽ മിന്നിത്തിളങ്ങി. ഇരട്ട ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക. പുതിയ സൈനിങ് അഡയമിയുടെ വക ഗോളും അസിസ്റ്റും. പുതിയ സൈനിങ് ആൻ്റണി ഗോർഡൻ്റെ വക ഇരട്ട അസിസ്റ്റുകൾ. സാവി എസ്പാട്ട് മികച്ച പ്രകടനം നടത്തി അദ്ദേഹത്തിൻ്റെ വക ഒരു അസിസ്റ്റ്. ഫെർമിൻ ഇരട്ട ഗോളുകൾ. അങ്ങനെ ഗംഭീരമായിട്ടുള്ള വിജയമാണ്. അതിനിടക്ക് ഒരു നിരാശ എന്ന് പറയുന്നത് ഗാവിക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ്. മത്സരത്തിൽ ബാഴ്സലോണ എല്ലാം പെർഫെക്റ്റായി ചെയ്തു എന്നൊന്നുമല്ലോ അറിയുന്നത്. ആദ്യ പകുതി കഴിയുമ്പോൾ ബാഴ്സലോണയുടെ ആ ഒരു മിഡ്ഫീൽഡ് സഖ്യം, ബെർണാൽ ഗാവി സഖ്യം അത്ര മികച്ച രൂപത്തിലല്ല മത്സരം കൺട്രോൾ ചെയ്യുന്ന ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ലമീൻ യമാൽ കളിയിൽ അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. പക്ഷേ 2 ഗോൾ അടിച്ചിരുന്നു. രണ്ടാം പകുതിയിൽ ടീം 3 ഗോളുകൾ കൂടി അടിച്ചു. രണ്ടാം പകുതിയിൽ കുറെ കൂടി നല്ല പ്രകടനം, പ്രത്യേകിച്ച് പെഡ്രി വന്നതോടുകൂടി മധ്യനിര അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതും വ്യക്തമാണ്. ഏതായാലും എൽച്ചെ അത്ര ശക്തരായിട്ടുള്ള എതിരാളികളല്ല, പ്രൊമോട്ട് ചെയ്തു വന്ന ടീമാണ്. അവർക്കെതിരെയാണ് ഈ പ്രകടനം എന്നുള്ളതും നമ്മൾ മറക്കണ്ട. ഏതായാലും ആദ്യ മത്സരം ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ കൈയടിക്കുക തന്നെ വേണം. മത്സരത്തിൽ റാഫീഞ്ഞയുടെ വക ഇരട്ട ഗോളുകൾ, ഫെർമിൻ ലോപ്പസിൻ്റെ വക ഇരട്ട ഗോളുകൾ, അഡയമിയുടെ വക 1 ഗോള്. ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റാഫീഞ്ഞയും ഫെർമിൻ ലോപ്പസും ലമീൻ യമാലും അഡയമിയും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 14-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റാഫീഞ്ഞ ബാഴ്സലോണയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് റാഫീഞ്ഞയുടെ അസിസ്റ്റിൽ നിന്ന് അഡയമിയുടെ ഗോൾ പിറക്കുന്നത്. അതൊരു മികച്ച നീക്കത്തെ തുടർന്ന് വന്നിട്ടുള്ള ഗോളായിരുന്നു. ഏതായാലും ആദ്യ പകുതിയിൽ ആധിപത്യം ബാഴ്സയ്ക്ക് തന്നെയാണെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ടും ബാഴ്സ ഗംഭീരമായ പ്രകടനം നടത്തി എന്ന് പറയാനും കഴിയില്ലായിരുന്നു. ഗവിക്ക് പരിക്ക് പറ്റി പുറത്തു പോകുന്നു. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറുന്നു. ബാഴ്സലോണ കൂടുതൽ മികവിലേക്ക് പോകുന്നു. 67-ാമത്തെ മിനിറ്റിലാണ് റാഫീഞ്ഞയുടെ 2ാമത്തെ ഗോൾ പിറക്കുന്നത്. ആ ഗോളിന് ആൻ്റണി ഗോർഡനാണ് അസിസ്റ്റ് കൊടുക്കുന്നത്. ഗോർഡൻ്റെ വരവ് ബാഴ്സയ്ക്ക് ഒന്നുകൂടി ഊർജം പകർന്നു എന്ന് പറയുന്നതാവും ശരി. ഏതായാലും ബാഴ്സലോണ കൂടുതൽ ഗോളുകളിലേക്ക് പോകുന്നു. യമാലിനെ പിൻവലിച്ചിട്ടാണ് ഗോർഡനെ ഇറക്കിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നാലെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് വരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നാലെ 71-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോർഡൻ്റെ അസിസ്റ്റ്. ഇത്തവണ ഫെർമിൻ ലോപ്പസ് ഗോൾ അടിക്കുന്നു. 4-0 എന്ന രൂപത്തിലേക്ക് ബാഴ്സലോണ ലീഡിലേക്ക് പോയി. അവസാനം എസ്പാട്ടിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലോപ്പസിൻ്റെ ഗോൾ വീണ്ടും പിറക്കുന്നു. അങ്ങനെ ഇരട്ട ഗോളുകൾ ഫെർമിൻ ലോപ്പസ് കൂടി നേടിയപ്പോൾ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ വിജയമാണ് ബാഴ്സലോണ നേടിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം സാവി എസ്പാട്ടിൻ്റെതാണ്. അദ്ദേഹത്തെ ഏത് പൊസിഷനിൽ കളിപ്പിച്ചാലും അതിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം നടത്തുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.